നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അഷ്കർ വെറുമൊരു കൊലപാതകിയല്ല. പോലീസിന്റെ തണലിൽ വളർന്ന ചോരക്കൊതിയനായ ഒരു മനുഷ്യമൃഗമാണെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. സ്വന്തം ആദ്യ ഭാര്യയുടെ തലയോട്ടി തകർത്ത് ശരീരം തളർത്തി മരണക്കിടക്കയിലാക്കിയ പ്രതിയെ അന്ന് പോലീസ് സംരക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആ 1.5 വയസ്സുകാരന്റെ ജീവൻ നഷ്ടമാകില്ലായിരുന്നു. പ്രതിക്ക് ഒത്താശ ചെയ്തുകൊടുത്ത നെടുമങ്ങാട് പോലീസുകാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് ഇടപെടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഭക്ഷണം നൽകിയപ്പോൾ കുഞ്ഞ് കരഞ്ഞു എന്ന നിസാര കാരണത്താൽ കുഞ്ഞിന്റെ തല ഭിത്തിയിലിടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതി അക്ഷർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. മുൻപും സമാനമായ രീതിയിൽ അക്ഷർ ആളുകളെ ആക്രമിച്ചിട്ടുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരേ ക്രൂരമായ ശൈലി തന്നെയാണ് ഇയാൾ പിഞ്ചു കുഞ്ഞിനോടും ആവർത്തിച്ചത്. പ്രതിയെ തെളിവെടുപ്പിനായി കരിക്കുഴിയിലെ വാടക വീട്ടിലെത്തിച്ചപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ശക്തമായ ജനരോഷമാണ് ഉണ്ടായത്. ഒരു കൂസലുമില്ലാതെയാണ് താൻ ചെയ്ത ക്രൂരതകൾ ഇയാൾ പോലീസിനോട് വിവരിച്ചത്. നെടുമങ്ങാട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അഷ്കറിന്റെ ആദ്യ ഭാര്യ ആമിനയുടെ കുടുംബം ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അഷ്കറിന്റെ അതിക്രൂരമായ മർദ്ദനമേറ്റ് തലയോട്ടി തകർന്ന് ശരീരം തളർന്ന നിലയിലാണ് ആമിന ഇപ്പോൾ. 1 മാസത്തിലധികമായി മെഡിക്കൽ കോളേജിലെ റീഹാബിലിറ്റേഷൻ സെന്ററിലെ കോമയ്ക്ക് സമാനമായ അവസ്ഥയിൽ ചികിത്സയിലാണ് യുവതി. അഷ്കറുമായുള്ള വിവാഹത്തെ കുടുംബം എതിർത്തിരുന്നെങ്കിലും ആമിനയെ ഇയാൾ വിളിച്ചിറക്കി കൊണ്ടുപോവുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ആമിനയ്ക്ക് നേരെ ശാരീരികവും മാനസികവുമായ കടുത്ത പീഡനങ്ങളാണ് ഉണ്ടായതെന്ന് അമ്മ ഏഷ്യാനെറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തി. കൂടുതൽ സ്വർണവും പണവും വീടും ചോദിച്ചായിരുന്നു മർദ്ദനം. ആമിനയുടെ തല ഭിത്തിയിൽ ശക്തമായി ഇടിപ്പിക്കുകയും അടിവയറ്റിൽ ബൂട്ടിട്ട് ചവിട്ടുകയും ചെയ്യുക ഇയാളുടെ പതിവായിരുന്നു. പലതവണ മകളെ ജീവനോടെ കൊല്ലാൻ അക്ഷർ ശ്രമിച്ചിട്ടുണ്ടെന്നും ഭയത്തോടെയാണ് തങ്ങൾ കഴിഞ്ഞിരുന്നതെന്നും ആമിനയുടെ അമ്മ കണ്ണീരോടെ പറയുന്നു. ആമിന നേരിട്ട ഈ മൃഗീയ പീഡനങ്ങൾക്കെതിരെ കുടുംബം 6 തവണയാണ് പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ഒരൊറ്റ തവണ പോലും അഷ്കറിനെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായില്ല. പരാതികൾ ലഭിക്കുമ്പോഴെല്ലാം പോലീസ് പ്രതിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. പോലീസിന്റെ ഈ നിസ്സംഗതയും കയ്യടിയുമാണ് അക്ഷറിന് വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ലൈസൻസായി മാറിയത്. അന്ന് പോലീസുകാരുടെ പ്രിയ ഡ്രൈവറായിരുന്നു അഷ്കർ. പോലീസുകാർ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നതും ഇയാളുടെ വാഹനമായിരുന്നു. ഈ അടുത്ത ബന്ധം കാരണമാണ് പോലീസ് ഇയാൾക്കെതിരെയുള്ള പരാതികളെല്ലാം മുക്കിയത്. പോലീസുകാരുമായുള്ള വടിവിട്ട സ്വാധീനം കാരണം തങ്ങളെ ആർക്കും ഒന്നും ചെയ്യാനാകില്ലെന്ന അഹങ്കാരത്തിലായിരുന്നു പ്രതി. അന്ന് പോലീസുകാരുടെ പ്രിയ ഡ്രൈവറായിരുന്നു അഷ്കർ. പോലീസുകാർ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നതും ഇയാളുടെ വാഹനമായിരുന്നു. ഈ അടുത്ത ബന്ധം കാരണമാണ് പോലീസ് ഇയാൾക്കെതിരെയുള്ള പരാതികളെല്ലാം മുക്കിയത്. പോലീസുകാരുമായുള്ള വടിവിട്ട സ്വാധീനം കാരണം തങ്ങളെ ആർക്കും ഒന്നും ചെയ്യാനാകില്ലെന്ന അഹങ്കാരത്തിലായിരുന്നു പ്രതി. അന്ന് ആമിനയുടെ കുടുംബം നൽകിയ പരാതികളിൽ നെടുമങ്ങാട് പോലീസ് കൃത്യമായ നടപടിയെടുത്ത് ഇയാളെ ജയിലിൽ അടച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ ക്രൂരൻ സമൂഹത്തിൽ സ്വതന്ത്രനായി നടക്കില്ലായിരുന്നു. ആ 1.5 വയസ്സുകാരന് ജീവൻ നഷ്ടമാകുകയുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പിഞ്ചു കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പ്രതിക്ക് തുല്യമായ ഉത്തരവാദിത്തം കുറ്റവാളിയെ സംരക്ഷിച്ച നെടുമങ്ങാട് പോലീസിനുമുണ്ട്. വെള്ളിയാഴ്ചയാണ് അഖിലയുടെ ആദ്യ ഭർത്താവിലെ മകനായ 1.5 വയസ്സുകാരൻ മരിക്കുന്നത്. തൊണ്ടയിൽ ഭക്ഷണം കുരുങ്ങി ഛർദ്ദിച്ചുവെന്ന് പറഞ്ഞ അക്ഷർ തന്നെയാണ് കുട്ടിയെ SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെയാണ് പോലീസും ഞെട്ടിയത്. കുഞ്ഞിന്റെ ശരീരത്തിലാകെ 51 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. ജനനേന്ദ്രിയത്തിൽ വരെ ആഴത്തിലുള്ള മുറിവുകളും കാലുകളിൽ സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച പാടുകളും കണ്ടെത്തിയിരുന്നു. ക്രിമിനലായ ഒരു താൽക്കാലിക ഡ്രൈവർക്ക് പോലീസ് സ്റ്റേഷനിൽ ഒത്താശ ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥർ ഇപ്പോഴും സർവീസിൽ തുടരുന്നത് നിയമവ്യവസ്ഥയ്ക്ക് തന്നെ നാണക്കേടാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. അഷ്കറിനെ സഹായിച്ച പരാതികൾ പൂഴ്ത്തിയ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ എത്രയും വേഗം കണ്ടെത്തി സർവീസിൽ നിന്ന് പുറത്താക്കണം. നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ കുറ്റവാളികൾക്ക് കുടപിടിക്കുന്ന അവസ്ഥ കേരളത്തിലുണ്ടാകരുത്. ഇത്തരത്തിലുള്ള പോലീസുകാരെ വകുപ്പിൽ വെച്ചുകൊണ്ടിരുന്നാൽ സാധാരണക്കാർക്ക് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. പ്രതി അഷ്കറിനെയും കുഞ്ഞിന്റെ അമ്മ അഖിലയെയും കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതോടൊപ്പം അവരെ വളർത്തിയ പോലീസുകാരെയും മാതൃകാപരമായി ശിക്ഷിച്ചാൽ മാത്രമേ സാധാരണക്കാർക്കിവിടെ നീതി ലഭ്യമാകൂ.